അപ്പം നമ്മളിന്ന് അറിയാത്ത വഴി കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും അപ്പം നമ്മളങ്ങനെ ഔട്ട്ഡോറിലിരുന്ന് ടോപ്പാണ്. നിങ്ങൾ അവിടെ കാണുന്നത് അടുത്തൊരു മലയാണ്. സോ ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഒരാളെ കാത്തു നിൽക്കുകയാണ്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് നമ്മുടെ ജോലിയൊക്കെ ഒരു ഉച്ചയായപ്പോഴും കഴിഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ കാത്തു നിന്ന് ആളെത്തിയിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ചാണ് ഇനി അങ്ങോട്ടേക്ക് പോകുന്നത്. എങ്ങോട്ടേക്കാണെന്ന് നമുക്ക് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. നമ്മളിങ്ങനെ ചുമ്മാ നടക്കുക എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ആ കാണുന്നതാണ് സ്റ്റുട്ട്ഗാർട്ടിലത്തെ ഹോഫ്ബാനോഫ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നത് ശരിക്കും മെയിൻ റോഡിൽ കൂടെയാണ്. അപ്പോൾ ഇനി അപ്പുറത്ത് എന്താണെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പം ജസ്റ്റ് ഞാനിതുവരെ പോയിട്ടില്ല, അതുകൊണ്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിന്ന് അറിയാത്ത വഴി കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ നടന്നെത്തിയത് ഈ കാണുന്ന ഈ ഒരു പച്ച പരവതാനിയിലേക്കാണ്. ഇങ്ങനൊരു സംഭവം ഈ ഒരു സിറ്റി സെൻറ്ററിൽ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ച് പോലുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഏതോ ഒരു പാർക്കിലെത്തിയിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു പുരാവസ്തുവശേഷിപ്പ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവർ ഫെൻസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കാം. പിന്നെ ഞാൻ പാർക്ക് എന്ന് പറയുമ്പം നോർമൽ നമ്മൾ ചിൽഡ്രൻസിൻ്റെ കളി സാധനങ്ങളൊക്കെ ഉള്ള പാർക്കാണെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഇങ്ങനെ പുല്ല് പിടിപ്പിച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. ആൾക്കാർക്ക് ജോഗിങ് ഒക്കെ ചെയ്യാം, അതേപോലെ സൈക്കിളൊക്കെ ഓടിക്കാം. അങ്ങനെ ജസ്റ്റ് ഫാമിലി ആയിട്ട് വന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം, അത്രയേ ഉള്ളൂ. നല്ല തോതി നസ്രിയുടെ ഇത് ഗോൾഡൻ റിട്രീവറാണ്. ഒരു ഫൗണ്ടെയിനൊക്കെ ഉണ്ട് ഇവിടെ. അവരെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. തുള്ളി കളിക്കണം. ഇവിടെ നല്ല കിട്ടിലായിട്ട് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇത്തിരി കുറഞ്ഞു വരുന്നുണ്ട്, കാരണം സ്പ്രിംഗ് സീസണൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ. അപ്പം നിങ്ങൾ ബാക്കിലൊരു ഫൗണ്ടെയിൻ കാണുന്നുണ്ടാവും. പക്ഷേ കാണുന്നില്ലല്ലോ മര്യാദയ്ക്ക്. ഇപ്പം കാണുന്നുണ്ടാവും. അങ്ങനെ കുറേ കുട്ടി കുട്ടി ഫൗണ്ടെയിനുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ചേർന്നിരിപ്പുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പം കുറേ ചെടികളുണ്ട്, കുറേ നല്ല പൂക്കളൊക്കെ ആയിട്ട്. ഹലോ 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 അറിയാത്ത പോലെ നടക്കണേ എന്താ? നല്ല രസമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഉച്ചയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏകദേശം ഒരു 2 മണി ആവാറായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഈ പാർക്കിലൊക്കെ ആണെങ്കിലും കുറേ ജോഗ് ചെയ്യണ ആൾക്കാരെ കാണാം. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകിട്ടാണെങ്കിലും ഇവിടെ ജോഗിങ് ചെയ്യാറുണ്ട്. ഇവിടെ കുറച്ച് തണലൊക്കെ ഉണ്ട്. ഇന്ന് അധികം ഭയങ്കരമായിട്ട് വെയിലില്ല, ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. ഓ, മരങ്ങളുള്ളതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കുറേ ജോഗിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവിടെ ഒരു ലേക്ക് കാണുന്നുണ്ട്. ഇതാണ് കേട്ടോ ആ ലേക്ക്. ഹായ് ഹായ്, എന്നെ അന്വേഷിച്ച് വന്നു. ഹായ്, ഒരു പേടിയില്ല. എവിടെ? ഓ, ഇവിടെ ഒരു മീനുണ്ട്. ഒരു വലുത്. ആ മീനാ താറാവിനെന്തെങ്കിലും ചെയ്യൂല, അത്രയും വലുതാ. പാവങ്ങള്. എൻ്റെ കയ്യിൽ കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ട്, വേണോ? അങ്ങനെ ഇട്ട് കൊടുക്കാൻ പാടില്ലല്ലോ ശരിക്കും ഇവിടെ. അമ്മേ, ഇതെല്ലാം എന്നെ പ്രതീക്ഷ വരുന്നതാണ്. നമുക്ക് കൊടുക്കാം, ആരും കാണില്ലായിരിക്കും. ചെറുതായിട്ടൊന്ന് പരീക്ഷിച്ചു നോക്കാം.
എല്ലാവരും കൂടെ തല്ലുപിടിക്കണേ. കയ്യിലൊക്കെ കടിച്ച് ഇന്നില്ല. നല്ല രസമില്ലേ ആ മരം കാണാനായിട്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഹാരി പോട്ടർ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു മരം. എനിക്ക് അതിൻ്റെ പേരൊന്നും അറിഞ്ഞൂടാ, പക്ഷെ നല്ല ഭംഗിയുണ്ട്. അടിയിൽ നിന്ന് ചില്ലകളൊക്കെ വന്നിക്കണം. ഈ പാട്ടൊക്കെ വരും കേട്ടോ. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് ഇതുവരെ കാണാത്തൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാം. ലൈവായിട്ട് ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഐ മീൻ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, എനിക്ക് ബോർഡിൽ കളിക്കാൻ അറിയാം. ആ സെയിം റൂൾസ് അല്ലേ? അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം കളിയൊക്കെ കണ്ടിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇപ്പം നിങ്ങൾ കണ്ടോ ഇങ്ങനെ പട്ടീനെ കൊണ്ടൊക്കെ കിടക്കുന്നത്? ഇത് ഇവിടെ ഒരു കോമൺ കാഴ്ച കേട്ടോ. ഒരുപാട് നല്ല ഭംഗിയുള്ള പട്ടികളൊക്കെ ഉണ്ട്. കുട്ടികളുണ്ട്, പട്ടികളും കുട്ടികളും ഉണ്ട്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ലെറ്റ്സ് ഗോ. ഇവിടെ ഒരു ബ്രൂവറി ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന സംഭവങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ഇതാ പാർക്കിൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഡയറക്റ്റ് എൻട്രൻസ് ഹോഫ് പാനോക്കിലേക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഊബാനൊക്കെ എടുത്ത് ഇപ്പം ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങളൊപ്പം പോരെ. നമ്മൾ ഈ ട്രെയിനൊക്കെ എടുത്ത് വന്നു എന്ന് പറഞ്ഞപ്പം ഭയങ്കര ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കരുത്. ഇവിടെ ഊബാനൊക്കെ ഭയങ്കരമായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതുകൊണ്ട് മാത്രം നമ്മൾ വന്നാണ്. നടക്കാനുള്ള മടിയുണ്ട്. ഒന്നാഞ്ഞ് നടന്നിരുന്നതിന് നമ്മളൊരു 25-30 മിനിറ്റിൽ നമ്മളിവിടെ എത്തിയാലേ. നമുക്ക് നാട്ടിലത്തെ പോലത്തെ ഭയങ്കര വെറൈറ്റി ഫുഡൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ട്രയൽ ആൻഡ് എറർ നടത്തിയിട്ടാണോ അത് ഓരോന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ ഐറാൻ. ഇത് തുർക്കിഷ് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു മോരുവെള്ളം പോലത്തെ സംഭവമാണ്. അതേപോലെ തുർക്കിഷ് ഫുഡും നമ്മളെ അങ്ങനെ നിരാശപ്പെടുത്താറുണ്ട്. അപ്പം നമ്മളങ്ങനെ ഔട്ട്ഡോറിലിരുന്ന് അതൊരു ബ്രോസ്റ്റഡ് ചിക്കനും പിന്നെ കുറച്ച് വെജിറ്റബിൾസും പിന്നെ എന്തൊക്കെയോ സോസുകളൊക്കെ ഉള്ള ഒരു ടർക്കിഷ് അവരുടെ എന്തോ സ്പെഷ്യലാണ്. അപ്പുറത്തെ പ്ലേറ്റിൽ പിന്നെ സലാഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ ചിക്കൻ എൻ്റെ നിന്ന് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സോ അപ്പോൾ അതായിരുന്നു നമ്മുടെ ഷോപ്പ്. ആൻഡ് ഇനി ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ കാണാം. പൂക്കൾ കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ നമ്മളങ്ങനെ ഒക്കെ കഴിച്ച് തിരിച്ച് ഊബാൻ സ്റ്റേഷനിലെത്തിയേക്കാണ്. ഇനി നമ്മളെങ്ങോട്ടാണ് പോണേ? മീൻ വാങ്ങിക്കാൻ പോലുള്ള പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മളങ്ങനെ ബസ്സിൽ പോകുന്ന വഴി നമ്മളൊരു ഐസ് ഷോപ്പ് കണ്ടു. എന്ന് വെച്ചാൽ ഐസ്ക്രീം ഷോപ്പ് കണ്ടു. എങ്കിൽ പിന്നെ അതും കൂടെ കഴിച്ചിട്ട് പിന്നെ പോകാമെന്ന് വിചാരിച്ചു. ഈ കാണുന്ന ബസ് ഉണ്ടല്ലോ, ഇത് ഇവിടുത്തെ സിറ്റി ടൂർ നടത്തുന്ന ബസ്സാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഈ വ്യൂവിൽ നിന്നിട്ടാണ് ഐസ്ക്രീം കഴിക്കാൻ പോകുന്നത്. ഇവിടെ സ്റ്റുട്ട്ഗാർട്ടിൽ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഇവിടെ ചുറ്റിനും മലകളാണ്. അപ്പം ഇത് ഒരു മലയുടെ ടോപ്പാണ്. നിങ്ങൾ അവിടെ കാണുന്നത് അടുത്തൊരു മലയാണ്. അതിൻ്റെ നടുക്ക് കണ്ടിട്ടാണ് മെയിൻ സിറ്റി ഏരിയ ഒക്കെ വരുന്നത്. എങ്ങനെയുണ്ട്? ചോക്ലേറ്റ്, ഇത് മാംഗോ. നോക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ
പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും cheers.